ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിജിൻ ചേരുകയാണ്. വിജിൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ്? സാധാരണ ഏറ്റവും അധികം മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ച രണ്ട് ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം. എന്നാൽ ഇപ്പോൾ ഇവ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നാണല്ലോ പറയുന്നത്. സെർച്ച് ഇന്നലെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ രാവിലെ വന്നിരിക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ശക്തിയിൽ മഴ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇന്നും നാളെയുമൊക്കെയായി ശക്തമായ മഴ തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് ജില്ലകളിൽ ദക്ഷിണ കേരളത്തിലും ഒപ്പം തന്നെ അതുപോലെ തന്നെ നോർത്ത് കേരളത്തിലുമൊക്കെ ശക്തമായ മഴ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒക്കെ ചില മേഖലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായിരുന്നു. എന്തായാലും ഈ കാലവർഷം എത്തിയതിനു ശേഷം വലിയ ശക്തിയിൽ മഴ കേരളത്തിൽ ലഭിച്ചിട്ടില്ല. ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്ര ശക്തിയിൽ മഴ പെയ്യുന്നില്ല. ഈ മൺസൂണിൻ്റെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ഈ ഇടവിട്ടുള്ള സമയങ്ങളിൽ രാവിലെ മുതൽ ഇങ്ങനെ ചെറിയ മഴയായി അത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മഴ ഇപ്പോഴും തുടരും, വരും മണിക്കൂറുകളിലും ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. കടൽക്ഷോഭവും അതുപോലെ തന്നെ കാറ്റിനും ഇടിക്കും ഒക്കെ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പ്രത്യേകമായി ഉള്ള ഒരു നിരോധനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണുള്ളത്. ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മൺസൂൺ ആരംഭിച്ചത് മുതൽ ശക്തമായ മഴയുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കും ഉരുൾപൊട്ടലിലേക്കും മണ്ണിടിച്ചിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ അതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശക്തമായ ഒരു വേനൽ മഴ ഉണ്ടായ ഘട്ടങ്ങളിലാണ് ഈ ചിലയിടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവും ഒക്കെ ഏത് നിമിഷവും ഏത് രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുകയും ശക്തമായ മഴ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും മറ്റു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ആരോഗ്യ വകുപ്പും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പനി പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ മുന്നിൽ കണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ട അത്തരം ജാഗ്രതയും മുന്നൊരുക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരത്ത്, വിജിൽ ഇപ്പോൾ ഉള്ളത് ശംഖുമുഖം ഭാഗത്താണോ? ശക്തമായ കടലാക്രമണത്തിൻ്റെ ബാക്കിയൊക്കെ കാണാനുണ്ടോ അവിടെ? തീർച്ചയായും ശംഖുമുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ശംഖുമുഖത്ത് നിയന്ത്രണങ്ങൾ പല മേഖലകളിലും വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പാറയൊക്കെ ഇട്ട് വലിയ കോൺക്രീറ്റൊക്കെ നിർമ്മിച്ച് ഈ കരയിലേക്ക് കടൽ കയറുന്ന പ്രതിഭാസമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ അതിൻ്റെ ഏറ്റവും മതിലിൽ ഒക്കെ ഭിത്തിയിലൊക്കെ വന്ന് ഈ കടൽ അടിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു കടൽക്ഷോഭത്തിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ശക്തമായ തിരമാല തന്നെയാണ് ഈ മേഖലകളിൽ ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ശംഖുമുഖം കടൽ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഏകദേശം റോഡിലോളം കടൽ എത്തുകയും കടൽ കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റോഡ് ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ടൂറിസം വകുപ്പും ഒക്കെ ചേർന്ന് ഇവിടെ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുകയും വലിയ പാറകളും ഒപ്പം തന്നെ കോൺക്രീറ്റും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് റോഡിലേക്ക് കടൽ കയറുന്ന അത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് കുറേ കാലം അടച്ചിട്ടതിന് ശേഷമാണ് ശംഖുമുഖം പൂർണ്ണമായും ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായി ആയിട്ടില്ലെങ്കിലും. പക്ഷേ വലിയ തരത്തിലുള്ള കടലാക്രമണം ഇല്ലെങ്കിലും തിര ശക്തമായി അഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരത്ത്, ശരി, വിജിലാണ് വിശദാംശങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പങ്കുവച്ചത്.